കേരള പൂരക്കളി കലാ അക്കാദമിയുടെ ചെറുവത്തൂർ മേഖലാ സമ്മേളനം കാലിക്കടവിലെ കരക്കക്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. പൂരംകുളി ദിവസം ഉത്തരമലബാറിലെ വിദ്യാലയങ്ങൾക്ക് അവധി നൽകണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കാലിക്കടവിലെ ശ്രീ കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത്തവണ കേരള പൂരക്കളി കലാ അക്കാദമിയുടെ ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി വാർഷിക സമ്മേളനം നടത്തിയത്. പൂരംകുളി ദിവസം ഉത്തരമലബാറിലെ വിദ്യാലയങ്ങൾക്ക് അവധി നൽകണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാവിലെ ക്ഷേത്രം സ്ഥാനികർ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് പൂരക്കളി അക്കാദമി സെക്രട്ടറി വി പി മോഹനൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈഴവരും അതുപോലെ തന്നെ മണിയാണ്ടി സമുദായത്തിലും എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരായ ആളുകൾ ഈ ചാതുർവർണ്ണത്തിന്റെ ചട്ടക്കൂട്ടിന് പുറത്തുള്ള ആളുകളാണ് ഇവരൊക്കെ. നമ്മളൊക്കെ വിചാരിക്കുക, നമ്മളൊക്കെ ഈ ചില ആളുകൾക്കൊക്കെ വിചാരമുണ്ട് ഈ ജാതീയതയിൽ കുറച്ചൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകളാണോ ഈ പുരക്കളി കളിക്കുന്ന ആളുകളെന്നൊക്കെ. അങ്ങനെയല്ല. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഇതിന് പുറമെ നിൽക്കുന്ന വർണ്ണവ്യവസ്ഥക്ക് കീഴെ നിൽക്കുന്ന ആളുകളുടെ കൂട്ടമാണ് സംസ്കൃതം പഠിക്കാൻ തയ്യാറായത്. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് എൻ അപ്പു അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഗോപാലകൃഷ്ണൻ പണിക്കർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ എൻ കൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി പി വി കുഞ്ഞിക്കണ്ണൻ എന്നിവരും സംസാരിച്ചു. മേഖലാ സെക്രട്ടറി എം ശ്രീധരൻ സ്വാഗതവും സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ തുരുത്തി നന്ദിയും പറഞ്ഞു. പൂരക്കളി കലാകാരന്മാരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്റ്റൈപ്പൻഡ് അനുവദിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.